മകൻ ഡോക്ടറായി വരുമെന്നും പ്രതീക്ഷിച്ച് വാടക റൂമിൽ താമസിക്കുന്ന ഒരച്ഛനും അമ്മയ്ക്കും കിട്ടിയത് ഡെഡ് ബോഡിയാണ്. നിതിൻ രാജ് എന്ന ഭാവിയിൽ ഒരു സമൂഹത്തിന് വലിയ അത്താണിയായിട്ട് മാറേണ്ട, ഒരു കുടുംബത്തിന് വലിയ അത്താണിയായിട്ട് മാറേണ്ട ആ പ്രിയപ്പെട്ടവൻ ഈ ലോകത്തുനിന്നും വിട പറഞ്ഞു. ഒരൊറ്റ ഒരു കാരണം കൊണ്ട്, ഈ ഒരു മൃഗം, ഈ ഒരു കബാലികൻ ഈ കൊണ്ടുപോകുന്നത് കളക്ടറെയോ അല്ലെങ്കിൽ എം പിയോ എം എൽ എ ഒന്നുമല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മൃഗീയത ഉള്ള ഒരു മനസ്സിനെ സംസ്കാര സമ്പന്നനാക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മൃഗത്തിന് എന്ത് വിദ്യാഭ്യാസമാണ് കിട്ടിയിട്ടുള്ളത്? പേരിന് മുമ്പിൽ ഒരു DR എന്നൊരു അക്ഷരം ചേർക്കലല്ലാതെ ഡോക്ടറാണോ ഇവൻ? പുഴുത്ത പട്ടി തൻ്റെ നിറം നോക്കിയിട്ട് ജാതി അധിക്ഷേപം നടത്തുന്ന ഒരു മൃഗം അല്ലാതെ മറ്റെന്താണ് ഇവന്? എന്താണ് ഇവനൊക്കെ വിശേഷിപ്പിക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, തൊട്ടതിനും പിടിച്ചതിനും സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ ഉണ്ടാവണമല്ലോ. KC ആണെങ്കിലും DYFI ആണെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ ആ കോളേജിലില്ലേ? അവർക്ക് വിവരങ്ങളൊന്നും അറിയില്ലേ? ഇനി നിതിൻ രാജിൻ്റെ മരണം വരെ കാത്തുക്കണമായിരുന്നു പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നിങ്ങൾക്ക് ഇതൊക്കെ വെളിപ്പെടുത്താൻ. ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയുടെ വോയിസ് നിങ്ങൾ കേട്ടോക്ക്. എന്റെ മോളും പഠിക്കുന്ന അവിടെ തന്നെയാണ്, ഈ അഞ്ചരക്കട്ടി മെഡിക്കൽ കോളേജിൽ. അവളും ഫസ്റ്റ് ഇയർ തന്നെ. ഇവിടെ ക്ലാസ് പഠിച്ച കുട്ടി തന്നെയാണ് മരിച്ചത്. അപ്പൊ അവനെ മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. ആണല്ലേ? ടോർച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സഹിച്ചു. എല്ലാ ദിവസവും ഈ മൃഗം വന്നിട്ട് ക്ലാസ്സിൽ കാണിച്ചു കൂട്ടുന്ന അജാതീയതയുടെയും വംശവെറിയുടെയും അങ്ങേയറ്റത്തെ നാറ്റക്കേസ്. ഇവനെങ്ങനെയാണ് ഒരു ഡോക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു അധ്യാപകനായിട്ട് അവിടെ നിയമിക്കാൻ, അവിടെ നിൽക്കാനുള്ള അവകാശം എന്താണ് എനിക്കുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പെൺകുട്ടികൾ ആൺകുട്ടികളെ കൊണ്ട് അടുപ്പിക്കുക. നിതിൻ രാജിൻ്റെ അമ്മ ഓപ്പറേഷനായിട്ട് വീട്ടിൽ കിടക്കുകയാണ്, അതുകൊണ്ടാണ് പാരൻസ് മീറ്റിന് വരാത്തെന്ന് പറയുമ്പോൾ ഒരു 4 മാർക്ക് കുറച്ചിട്ട് ഈ 1 മാസം അറ്റൻഡൻസ് ക്യാൻസൽ ചെയ്തിട്ട് ഇതൊന്ന് അമ്മക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അയച്ചു പോലും. എന്തൊരു ക്രൂരത! ഒരു മനസ്സിന് ചെറിയൊരു കാരുണ്യെങ്കിലും വരണ്ടേ? ഈ വിദ്യാഭ്യാസം കൂടിയ ആളുകളെ ഈ മതഗ്രന്ഥങ്ങൾ, ഈ ഇസ്ലാമിൻ്റെ പല ഗ്രന്ഥങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് ഈ മാങ്ങകൾ, പഴുത്ത മാങ്ങകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു മാവിനെ പോലെ എന്നാണ്. ഒരു ഫലം കായ്ക്കുന്ന ഒരു മാവ് അല്ലെങ്കിൽ ഒരു വൃക്ഷം അതെങ്ങനെയായിരിക്കും നമ്മൾ കാണുക? ഇങ്ങനെ താഴ്ന്ന് താഴ്മയോടെ കാരുണ്യത്തോടെ നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കില്ലേ? കുറേ മാങ്ങകൾ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് അതിൻ്റെ ചില്ലകളും ഇലകളും എല്ലാം ഇങ്ങനെ താഴ്ന്നു കിടന്ന് അതിനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇവനക്ക് എന്ത് വിദ്യാഭ്യാസം ഉള്ളത്? ഇവനൊരു മനുഷ്യനാണ്? ഇവനൊരു ഡോക്ടറാണ്? ഇവനൊരു അധ്യാപകനാണ്? എങ്ങനെ വെച്ചു ഉറപ്പിച്ചു? കൂടെ സഹാധ്യാപകരും. എന്നിട്ട് നിതിൻ രാജ് മരണപ്പെട്ടിട്ട് ആ സ്കൂളിലെ ഒരു അധ്യാപകന് പോലും വരാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തൊരു വംശീയതയാണ്, എന്തൊരു ജാതി വെറിയാണ് ഇവിടെയൊക്കെ മനസ്സിലുള്ളത്. ഇപ്പോൾ ഇവനെ സസ്പെൻഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവൻ ഈ ഡ്യൂട്ടിയിൽ കയറും, അവന് ശമ്പളം വാങ്ങും. ഇതിനെതിരെ സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇതിനെതിരെ അന്ത്യചർച്ചകൾക്കുണ്ടോ? ഇന്ന് അത് അവസാനിപ്പിക്കും. നാളെ മുതൽ ഇവനെക്കുറിച്ച് ഒരു ചർച്ചയും ഉണ്ടാവില്ല. ഇവിടെ എന്തെങ്കിലും ചെറിയൊരു വാക്കുകൊണ്ട്, മുറിക്കപ്പെട്ടൊരു വാക്കുകൊണ്ട് മുസ്ലിമാണ് എന്ന് കരുതിയാൽ ലോകം മുഴുവനും ചർച്ച ചെയ്യാൻ എത്ര ആളുകളുണ്ട്? ഇവൻ്റെ ഡ്യൂട്ടി എന്നെ ഒരു കോളേജിലുണ്ടാകാൻ പാടില്ല. എവിടെയെങ്കിലും കാട്ടിൽ പോയി ജീവിക്കട്ടെ, മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള അവകാശമൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഡോക്ടർ എന്ന് പറയുന്ന, ഈ അധ്യാപകൻ എന്ന് പറയുന്ന ഇവനക്ക് ഉണ്ടാകാൻ പാടില്ല. അതിന് ആ നാട്ടുകാരൊന്ന് മുൻകൂട്ടി ഇറങ്ങിയിട്ട് അവൻ്റെതെല്ലാം ഒന്ന് തീർത്ത് കളയാം.
ഓന് എനി ഡ്യൂട്ടിയിൽ കയറാൻ പാടില്ല. അനുഭവിച്ചുകൊണ്ട് ഒരു മനുഷ്യനും അടുക്കാത്ത രീതിയിൽ അനുഭവിച്ചിട്ട് ഇതിൻ്റെ വംശീയത അല്ലെങ്കിൽ ഈ ജാതി വരെ അവൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നവരെ പ്രതികരിക്കാൻ പറ്റണം. മറ്റൊരു ക്ലാസ്സിലെ പെൺകുട്ടിയുടെ വിഷയങ്ങൾ കേട്ടു നോക്ക്. എൻ്റെ പേര് ആർച്ച. ഞാൻ നിതിൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഫസ്റ്റ് ഇയർ BDS സ്റ്റുഡൻ്റ് ആണ് അഞ്ജലി കണ്ടി ദന്തൽ കോളേജിലെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവൻ്റെ പേപ്പർ എല്ലാവരും മുമ്പിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിക്ക് ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമല്ല ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുത്തിട്ടാണ് പറയാറുണ്ട്. നിറം കൂടി കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളെയൊക്കെ അപ്പോൾ അങ്ങ് അടിച്ച് താത്താ സംസാരിക്കുന്നേ. ഇപ്പം ഈ ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം സീനിയേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് അവര് ഇങ്ങനെ ഒരു ട്രോമ കടന്നിട്ട് വന്നേ, അവരും സൂയിസൈഡ് അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മളിട്ട് പറഞ്ഞ റാമെന്ന് പറഞ്ഞ സാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവർ, എത്ര വർഷം ഇപ്പം ഈ വിദ്യാർത്ഥിയുടെ സീനിയേഴ്സാണ് പറയുന്നത് ഞങ്ങൾ സൂയിസൈഡിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട്. എത്ര വർഷമായി ഈ മൃഗം അവിടെ മൃഗീയത കാണിക്കാൻ തുടങ്ങിയിട്ട്? ഓനെതിരെ സംസാരിക്കാൻ ഒരാൾക്കും സാധിച്ചില്ലെന്നാണോ? എന്താണ് സംഭവം? എന്തെങ്കിലും ചെറിയൊരംശം എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ പാതിരാത്രിയിൽ സമരം വിളിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളിലൂടെ പോയി എല്ലാം ആദരാഞ്ജലികൾ അർപ്പിച്ചോ? ഇത് ഭയങ്കര സംഭവമാണല്ലോ. എല്ലാരും നോക്കാം, സാർ എന്താണ് പറഞ്ഞത് അത് ചെയ്യുക. സാർ അറ്റൻഡൻസ് കളയും. അതാണ് നമ്മൾ എത്രയും പേടി. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ കയറി അന്നത്തെ ദിവസം കളയും, പിറ്റേ ദിവസം കളയും, ഒരു മാസത്തെ വേണമെങ്കിൽ അങ്ങനെ കളയും. അത് പേടിച്ചിട്ടാ ക്ലാസ്സിൽ പോണേ. ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ പറയും നിങ്ങളൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല. മതപരമായ കാര്യങ്ങളും ബോഡി ഷേമിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ് എങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോകും. ക്ലാസ് എടുത്തിട്ട് പോയി ഒന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ ടെക്സ്റ്റ് വായിച്ചു ചോദിക്കും. പഠിപ്പിച്ചാലേ ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. അത് വായിച്ചില്ലെങ്കിൽ പറയും എല്ലാവരും ഇറങ്ങിപ്പോക്കോ, നിങ്ങൾക്ക് 3 മാസത്തെ അറ്റൻഡൻസ് ഇല്ലാന്ന് പറയും. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ 2 അറ്റൻഡൻസാ കളയുന്നത്. അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്ന അവൻ ടാർഗറ്റ് ആയിരുന്നു സാറിന്റെ. ക്ലാസ്സിൽ വെച്ച് അവനോട് മീറ്റിംഗിന് എന്താ വരാത്തേ ചോദിച്ചു പാരന്റ്സ്. അപ്പൊ പറഞ്ഞു അമ്മയ്ക്ക് വയ്യ, സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അമ്മയ്ക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വരാൻ പറ്റത്തില്ലേ ചോദിച്ചു. അങ്ങനെ അവനോട് എന്ന് പറഞ്ഞു എന്നാ നിന്റെ ഓർഗനും കൂടെ നീ കളഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ വേറെ കുട്ടി കൊണ്ട് അടിപ്പിക്കുക, അടിച്ച് ശരിയായില്ലെങ്കിൽ ചോദിക്കും നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, ഗേ ആണോ എന്നൊക്കെ ചോദിക്കണം. നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല അവിടെ. ഞങ്ങൾക്കിപ്പോ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. പേടിച്ചിട്ടാ കംപ്ലൈന്റ് ചെയ്യാത്തെ. ചെയ്യുമ്പോ പിന്നെ സാർ അറിഞ്ഞിട്ട് എന്താ ഇനി പറയാൻ പോകുന്നേ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എക്സാം തോപ്പിക്കും, 5.5 വർഷത്തെ കോഴ്സ് 10 വർഷം 12 വർഷം ഇരിക്കേണ്ടി വരും. ആ ഒരു ടെൻഷൻ കാരണം ആരും ഒന്നും ചെയ്യാറില്ല. സാറിന് സസ്പെൻഷൻ എന്തോ കഴിഞ്ഞ വർഷം എന്തോ കിട്ടിയിട്ടുണ്ടായെന്ന് പറഞ്ഞു. സാറ് ക്ലാസ്സിലും പറയാറുണ്ട് എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലോ ഒന്നുമില്ല, അതിനെക്കാട്ടി ഞാൻ ഊർജ്ജത്തോടെ ഞാൻ ക്ലാസ്സിൽ വരും. നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തോ, എന്താന്ന് വെച്ചാൽ കംപ്ലൈന്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, എല്ലാം സത്യ. ആ കുട്ടി പറഞ്ഞതൊക്കെ സത്യ, ഒന്നും കള്ളത്തിനൊന്നുമില്ല. കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എത്രത്തോളം അത് പക്ക ഫ്രോഡ് എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു തമ്മാടി. ഇതിനെ വെച്ച് ഉറപ്പിക്കുന്ന അതിന് മാനേജ്മെൻ്റ് ഇല്ലേ ആ കോളേജിന്? ഇത്ര വർഷമായിട്ട് ഈ മൃഗത്തെ ഇങ്ങനെ കുട്ടികളെ ഹരാസ്മെൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആ കോളേജ് നിർത്തി എന്ന് പറയുമ്പോൾ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. ചെറിയ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്ന ആളുകളുണ്ടല്ലോ, വിദ്യാർത്ഥി സംഘടനകളുണ്ടല്ലോ. എവിടെ പോയി നിങ്ങളുടെ സംഘടനാ മികവ്? എവിടെ പോയി സമര വീര്യ പോരാട്ടം നിങ്ങൾ പറയില്ലോ, എവിടെ പോയി? ഭയങ്കര സംഭവം കേട്ടിട്ടിങ്ങനെ തയ്ച്ചിരിക്കുകയാണ് ഒരു അധ്യാപകന് പോലും. അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുന്നു പറയുമ്പോൾ എൻ്റെ ഓർഗാനും ഓപ്പറേഷൻ ചെയ്തിട്ട് എടുത്തു. മറ്റൊരു വിഷയം ഇന്നലെ ഞാൻ കണ്ടു. പിന്നെ മുസ്ലിം കുട്ടികൾ നോമ്പെടുത്ത് വന്നാൽ നോമ്പ് മുറിപ്പിക്കാമല്ലോ വെള്ളം കുടിപ്പിച്ചിട്ട്. ഈ മൃഗം ഇവൻ അധ്യാപകൻ എന്താണല്ലേ, ഭയങ്കര സംഭവമാണ്. ഇനി ഓൻ്റെ കരിയറിൽ ഓൻ്റെ ജീവിതത്തിൽ മാഷായിട്ടോ അല്ല അധ്യാപകനായിട്ടോ ഡോക്ടറായിട്ടോ ഒന്നിനും ഒരു അവകാശവും. അതെല്ലാം തീർക്കണം, എല്ലാം വെട്ടിക്കളയണം. ഒരു വിഷയത്തിലും മോന് ഇനി മുമ്പോട്ട് വരാൻ പാടില്ല.
ഭയങ്കര സംഭവം തന്നെ കേട്ടോ.